രാവിലത്തെ ഒരു ട്യൂഷൻ, വൈകിട്ടത്തെ ഒരു ട്യൂഷൻ, അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ പിക്ക് ചെയ്താൽ മതി. ഈ രീതിയിലാണ് നമ്മൾ കുട്ടികളെ പറ്റി പ്ലാനിങ് പോകുന്ന കാര്യങ്ങൾ. നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ കൂടെ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് നമ്മളൊരു സേഫ് സ്പേസ് ആയിട്ടും ഫീൽ ചെയ്യാം. ആക്ച്വലി എന്താണ് ട്രോമ? പുറത്ത് നടക്കുന്ന ഇവന്റ് അല്ല, അത് കാരണം ഉണ്ടാവുന്ന ഇന്റേണൽ എക്സ്പീരിയൻസ് ആണ്. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലാണ് വഴക്കുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് ട്രോമയാണ്. നമ്മളടുത്ത് വന്ന് അവർ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതില്ല. കുഞ്ഞിലെ മാത്രമല്ല നമ്മൾ ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാം, വലുതാവുമ്പോഴും ഉണ്ടാവും. ഇൻട്രോവേർട്ടഡ് ആവുന്ന ആളുകൾക്ക് ഇന്റേണലി അവരങ്ങനെ ഓക്കെയാണ്. അയ്യോ എനിക്ക് 4 ആളില്ലല്ലോ എൻ്റെ ചുറ്റും ഇരിക്കാനും സംസാരിക്കാനും അവർക്ക് തോന്നില്ല. പലതരത്തിലുള്ള ട്രോമയുണ്ട്. നമുക്കതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കുറച്ച് സിംറ്റംസ് ആണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. കുട്ടി ഓക്കെ അല്ലാതെ ഇപ്പോൾ സ്കൂളിൽ ബുള്ളിങ് കിട്ടുന്നതോ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മൂഡ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നീ പോയിരുന്നു പഠിച്ചോ, എനിക്കിവിടെ വേറെ പണിയുണ്ട്. കുട്ടിക്ക് തോന്നുന്നു എൻ്റെ വിഷമമൊന്നും ആർക്കും ഒരു വിഷയമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിലേ നിങ്ങൾ പാരൻ്റ് ആവാൻ പോകാൻ പാടുള്ളൂ എന്ന് നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്.